ഹായ് ഹലോ, ഇന്നത്തെ വീഡിയോ നമ്മുടെ സാഫ് വെച്ചിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അതായത് നമുക്ക് അഗ്ലോണിമ പ്ലാന്റ്സ് ഇല്ലാത്തവരാരും ഉണ്ടാവില്ല. അധികം വീട്ടിൽ ഒന്നെങ്കിലും ഉണ്ടാവും, ഒന്നില്ലെങ്കിൽ റെഡ് ലിപ്സ്റ്റിക് എങ്കിലും ഇല്ലാത്ത വീടുണ്ടാവില്ല. ഇപ്പോൾ കോമൺ ആയിട്ട് കാണുന്നൊരു പ്ലാന്റാണ് റെഡ് ലിപ്സ്റ്റിക് അല്ലേ. അപ്പോൾ ഒരുപാട് വെറൈറ്റികളൊന്നും അവൈലബിൾ ആണ്. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്റും കൂടെ നമ്മൾ അഗ്ലോണിമ പ്ലാന്റ്. അഗ്ലോണിമ പ്ലാന്റ്സിൻ്റെ ഒത്തിരി വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഹൈബ്രിഡ് അഗ്ലോണിമ പ്ലാന്റ്സ് ഒക്കെ കട്ട് ചെയ്തിട്ട് പുതിയ തൈകളൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഒന്ന് കണ്ടോളിട്ടോ. ഒരു വർഷം മുന്നേ ചെയ്ത വീഡിയോ ആണ്. അപ്പോൾ അഗ്ലോണിമ പ്ലാന്റ്സ് നമ്മൾ നല്ല ഹെൽത്തി ആയി നിൽക്കാനും രോഗങ്ങളൊന്നും വരാതിരിക്കാനും ഞാൻ ചെയ്യുന്നൊരു മെത്തേഡാണിത്. നമ്മുടെ സാഫ് എന്ന ഫംഗിസൈഡ് എടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ ഡയലൂട്ട് ചെയ്തിട്ട് നല്ലൊരു കോട്ടൻ്റെ തുണി എടുക്കുക. എന്നിട്ട് നമ്മുടെ അഗ്ലോണിമ പ്ലാന്റ്സിൻ്റെ ഇലയുടെ അകവും പുറമൊക്കെ നല്ല രീതിയിൽ നമ്മളൊന്ന് തുടച്ചു കൊടുക്കുക. ഒന്ന് ചെറുതായിട്ടൊന്ന് അമർത്തി നന്നായിട്ടൊന്ന് വെള്ളം കൂട്ടിയിട്ട് നമ്മളൊന്ന് എല്ലാ ഭാഗവും നന്നായിട്ടൊന്ന് തുടച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൽ വരുന്ന ഒരു ഫംഗിസൈഡോ അല്ലെങ്കിൽ ഒരു രോഗങ്ങളോ ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ്സിന് വരില്ല കേട്ടോ. നമ്മൾ രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാളും നല്ലത് രോഗം വരാതിരിക്കാൻ നോക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് ഹെൽത്തി ആയിട്ട് അഗ്ലോണിമ പ്ലാന്റ്സ് വളരും കേട്ടോ. ഒരുപാട് ബേബി പ്ലാന്റ് ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ബേബി പ്ലാന്റ് ഉണ്ടാക്കാൻ നമുക്കിതിൻ്റെ നോഡ് വെച്ചിട്ട് അത് സ്റ്റെമ്മിൽ ഓരോ ഇതും വെച്ചിട്ട് ചെയ്യുന്നതൊക്കെ ഞാൻ മെത്തേഡൊക്കെ കാണിക്കുന്ന വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അഗ്ലോണിമ പ്ലാന്റ്സിൽ ഇലപ്പൊള്ളി രോഗം അല്ലെങ്കിൽ ഇലപ്പേന് അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗൽ ഇൻഫെക്ഷൻ ഇങ്ങനെയുള്ള ഒരു അസുഖങ്ങളും വരില്ല. നിങ്ങളൊന്ന് ചെയ്ത് നോക്കി. അപ്പം സാഫ് എടുക്കുന്ന സമയത്ത് കൂടുതലായി പോകുന്നു. അപ്പം ഞാൻ പറഞ്ഞിട്ട് സാഫ് ഒരുപാട് എടുത്തിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കരുത് കേട്ടോ. നമ്മൾ ഒരു ചെറിയ തോതിലെടുത്തിട്ട് ഒരു സ്പൂണിൽ കുറഞ്ഞ അളവിലെടുത്തിട്ട് വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് അപ്പോൾ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അതൊക്കെ ചെയ്ത് ഞാൻ എല്ലാ ഇലകളൊക്കെ ഒന്ന് ഫ്രഷായിട്ട് തുടച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ രീതിയിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങളുടെ എന്താ പറയുക നമ്മുടെ അഗ്ലോണിമ പ്ലാന്റ് ഒന്നും ഒരിക്കലും നശിച്ചു പോകാതെ നമുക്ക് ഒരുപാട് ബേബി പ്ലാന്റ് വന്നിട്ട് നമുക്ക് സെയിലൊക്കെ നടത്താൻ പറ്റും. ഞാൻ ഒരുപാട് സെയിൽ നടത്തിയിട്ടുള്ള ഒരാളാണ്, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇലപ്പേൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്.